ഇക്കണോമിക് സിസ്റ്റംസ്, ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് ഇക്കോണമി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഇക്കണോമിക് സിസ്റ്റം എന്താണെന്ന് കണ്ടു. അതുപോലെ അതിൻ്റെ ഒരു ടൈപ്പ് സോഷ്യലിസ്റ്റ് ഇക്കോണമി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് സിസ്റ്റമാണ്. ഇക്കണോമിക് സിസ്റ്റം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ രണ്ട് എക്സ്ട്രീം കേസസ് ആണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയും. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു പോളാർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയെ പറയാം. ഒരു ഇക്കണോമിക് സിസ്റ്റം ഇക്കോണമിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സും അതിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സും അതുപോലെ കോർഡിനേറ്റിംഗ് മെക്കാനിസവും ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടതാണ്. സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ വരുന്ന മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റും പിന്നെ സെൻട്രൽ പ്ലാനിംഗ് ബോർഡാണ്. അതുപോലെ അവിടെ കോർഡിനേറ്റിംഗ് മെക്കാനിസമായിട്ട് സെൻട്രൽ പ്ലാനേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സും അതുപോലെ കോർഡിനേറ്റിംഗ് മെക്കാനിസം ഒക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പ്രോപ്പർട്ടി റിസോഴ്സസ് ഫുള്ളി ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. പക്ഷേ ഇവിടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ റിസോഴ്സസിൻ്റെ ഫുൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പാർട്ടീസിനാണ്. ദിസ് ഈസ് മെയിൻലി ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. അതുപോലെ ഈ ഒരു സിസ്റ്റത്തിൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും മാർക്കറ്റും അവിടെയുള്ള പ്രൈസസുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ റിസോഴ്സ് ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസാണ്, ദറ്റ് ഈസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. അതുപോലെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും മാർക്കറ്റ്സും പ്രൈസസുമാണ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇങ്ങനെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാത്ത ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിനെ നമ്മൾ പ്യുവർ ക്യാപിറ്റലിസം എന്നും ലേസേ ഫെയർ ക്യാപിറ്റലിസം എന്നും പറയാറുണ്ട്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതുപോലെ മാർക്കറ്റ് സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതുമാണ്. ലേസേ ഫെയർ എന്ന് പറയുന്ന ടേം ഒരു ഫ്രഞ്ച് ടേം ആണ്. അതിൻ്റെ മീനിങ് ലെറ്റ് ഇറ്റ് ബി അല്ലെങ്കിൽ അലൗ ടു ഡു എന്നാണ്. അതായത് ഇക്കോണമിയുടെ വർക്കിങ്ങിൽ ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ആവശ്യമില്ല. റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്കൊരു മാർക്കറ്റ് ഇക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഒരു മാർക്കറ്റ് ഇക്കോണമിയെ ഡ്രൈവ് ചെയ്യുന്ന മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും ആണ്. സോ ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഫേംസും ഇക്കോണമിയെ ഡ്രൈവ് ചെയ്യുന്നത് ഈ രണ്ട് ഫോഴ്സസ് ഉപയോഗിച്ചാണ്, വിത്തൗട്ട് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ. ഒരു ഇക്കോണമിയെ സംബന്ധിച്ച് മൂന്ന് ബേസിക് പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ്, സെക്കൻഡ് വൺ ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് തേർഡ് വൺ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇത് നിങ്ങൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോവാം. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? കൺസ്യൂമർ ഗുഡ്സ് ആണോ അതോ ക്യാപിറ്റൽ ഗുഡ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ്, ഇത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? അതായത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആണോ ഉപയോഗിക്കേണ്ടത് അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേബറിനെ ഉപയോഗിക്കുന്നു, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു. തേർഡ് പ്രോബ്ലം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഇത് ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു കമാൻഡ് ഇക്കോണമിയെ സംബന്ധിച്ച് ഈ മൂന്ന് കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആണ്. അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അത് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാ? ഗവൺമെൻറ് ആണ്. പക്ഷേ ഒരു ലേസേ ഫെയർ ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഈ മൂന്ന് പ്രോബ്ലംസും നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ചാണ് ഒരു ഇക്കോണമിയിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. കൺസ്യൂമറിന് എന്ത് ടൈപ്പ് ഓഫ് ഗുഡാണോ വേണ്ടത് അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ്, ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്, അല്ലാതെ ഗവൺമെൻറ് അല്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അത് തീരുമാനിക്കുന്നത് എന്താണ്? ഒരു കൺസ്യൂമറിൻ്റെ പർച്ചേസിങ് പവറാണ് അത് തീരുമാനിക്കുക. പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറിന് സാധനം വാങ്ങാനുള്ളൊരു കഴിവാണ്. അയാൾക്കുള്ള മണി ഇൻകം വെച്ചല്ലേ അയാൾക്ക് സാധനം വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് ഒരു കൺസ്യൂമറിൻ്റെ പർച്ചേസിങ് പവറാണ്. അപ്പോൾ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് കമാൻഡ് ഇക്കോണമിയിൽ വരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആണ്. സോ ഒരു കൺക്ലൂഷനായിട്ട് നമുക്കിങ്ങനെ പറയാം, ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഗവൺമെൻറ്റിന് ഒരിക്കലും ഒരു ഡോമിനൻറ്റ് റോളില്ല. ഗവൺമെൻറ് ഒരിക്കലും ഒരു ഡോമിനൻറ്റ് ഇക്കണോമിക് ഫോഴ്സ് അല്ല ഇൻ ഡിസൈഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇവിടെ ഒരു മേജർ ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റാണ്. ഡിമാൻഡ് ഫോഴ്സും സപ്ലൈ ഫോഴ്സും ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്കോണമിയിൽ ഇമ്പോർട്ടൻറ്റ്. ഈ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഡയഗ്രാംസ് ഒന്നും നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം കാണിച്ചേക്കുന്നതാണ്.
ഇനി നമുക്ക് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്. ഇവിടെ പ്രോപ്പർട്ടി റിസോഴ്സൊക്കെ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഫേംസുമാണ്, അല്ലാതെ ഗവൺമെൻറ് അല്ല. ഇങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്യാപിറ്റലിസം എന്ന് പറയുന്നതും. സാധാരണ ക്യാപിറ്റലിസ്റ്റിൽ എങ്ങനെയാണ്, ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെങ്കിൽ അവിടുത്തെ ഇൻഡസ്ട്രിയും ട്രേഡും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഓണേഴ്സ് ആയിരിക്കും. മെയിൻലി അവരുടെ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റത്തിലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഫേംസുമാണ് ഈ പ്രോപ്പർട്ടി റിസോഴ്സ് എല്ലാം ഓൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റലിസം എന്നുള്ള പേര് അതിന് വന്നേക്കുന്നത്. സെക്കൻഡ് ഫീച്ചർ, ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ആൻഡ് ചോയ്സ്. ആദ്യത്തെ ഫീച്ചറിൽ നമ്മൾ പറഞ്ഞത് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസാണ്. അതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ആൻഡ് ചോയ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ കൈവശം കുറച്ച് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതെടുത്ത് യൂസ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് ആരുടെയും ഒരു അനുവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾ ഓൺ ചെയ്യുന്ന റിസോഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണത്. ഇപ്പോൾ നിങ്ങളൊരു ഓൺടർപ്രണർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഫേം ആണെങ്കിൽ നിങ്ങളുടെ കൈവശം റിസോഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്ത് ഗുഡ്സ് ആൻഡ് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡും സർവീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്കറ്റിൽ സെല്ല് ചെയ്യാം. പക്ഷേ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ കേസ് അതാണോ? അവിടെ പ്രൊഡക്ഷൻ ഗോൾസ് വരെ തീരുമാനിക്കുന്ന ആരാണ്? സെൻട്രൽ പ്ലാനേഴ്സ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് അവിടെ ചോയ്സ് ഒന്നും ഇല്ല. ഇതുപോലെ തന്നെയാണ് വർക്കേഴ്സിൻ്റെ കാര്യം. അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏത് വർക്കിൽ വേണമെങ്കിലും അവർക്ക് എൻട്രി ചെയ്യാം, അവിടെ വർക്ക് ചെയ്യാം. ഇനി കൺസ്യൂമേഴ്സിൻ്റെ കാര്യം നോക്കിയാലോ, അവരുടെ വാണ്ടും അവരുടെ പർച്ചേസിങ് പവറും അനുസരിച്ച് ഏത് ഗുഡും സർവീസ് വേണമെങ്കിലും അവർക്ക് കൺസ്യൂം ചെയ്യാം. അതായത് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള സാധനം കൺസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ എല്ലാ ഇക്കണോമിക് യൂണിറ്റ്സിനും അവരുടേതായിട്ടുള്ള ചോയ്സസ് മേക്ക് ചെയ്യാം. ഇക്കണോമിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എൻ്റർപ്രൈസോ അല്ലെങ്കിൽ ബിസിനസ് ഫേംസോ പിന്നെ എന്താണ് കൺസ്യൂമേഴ്സോ വർക്കേഴ്സോ, ഇതെല്ലാം ഇക്കോണമിയിലുള്ള ഇക്കണോമിക് യൂണിറ്റ്സ് ആണ്. ഈ ഇക്കണോമിക് യൂണിറ്റ്സ് അവരുടെ ചോയ്സസ് മേക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഇക്കോണമിയുടെ മാർക്കറ്റ്സിലാണ്. അത് നമുക്ക് സപ്ലൈ ആയിട്ടോ ഡിമാൻഡോ ഒക്കെ ആയിട്ട് കാണാം. ഓരോ ഇക്കണോമിക് യൂണിറ്റ്സും അവരുടെ ചോയ്സസ് മേക്ക് ചെയ്യുന്നത് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് തന്നെയാണ് മൂന്നാമത്തെ ഫീച്ചറും, സെൽഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇക്കണോമിക് യൂണിറ്റ്സ്. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ചോയ്സസ് മേക്ക് ചെയ്യുന്നത്, അല്ലേ? ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ എക്കണോമിക് യൂണിറ്റ്സ് എന്താ ചെയ്യുന്നത്? ഓരോരുത്തർക്കും ഓരോ ഗോൾസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഓരോ എക്കണോമിക് യൂണിറ്റ്സും ഈ പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ദേ ഡെലിവർ സംതിങ് ഓഫ് വാല്യൂ ടു അതേഴ്സ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ വെറുതെ ഇരുന്നാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ആവുമോ? ഇല്ല. കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർ ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ദേ ഡെലിവർ സംതിങ് ഓഫ് വാല്യൂ ടു ദ കൺസ്യൂമർ. സോ ബിസിനസ് ഫേംസ് അവരുടെ കൈവശമുള്ള റിസോഴ്സസ് കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. സെൽഫ് ഇൻട്രസ്റ്റിന് ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഫേംസ് എപ്പോഴും അവരുടെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ലോസ് മിനിമൈസ് ചെയ്യാനോ ആണ് നോക്കുന്നത്. ഒന്നിൽ ലാഭം കൂട്ടാൻ അല്ലെങ്കിൽ നഷ്ടം കുറയ്ക്കാൻ. അതുപോലെ വർക്കേഴ്സ് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരു വർക്കറിനെ സംബന്ധിച്ച് നല്ല വർക്കിംഗ് കണ്ടീഷൻസും പിന്നെ നല്ല വേജും പിന്നെ റെസ്റ്റ് എടുക്കാൻ കുറച്ച് സമയവും നല്ല കൊളീഗ്സും ഒക്കെ ആണെങ്കിലാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഇനി അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ യൂട്ടിലിറ്റി എപ്പോഴാണ് മാക്സിമൈസ് ആവുന്നത്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുമ്പോഴാണ് നമ്മുടെ യൂട്ടിലിറ്റി അവിടെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നെക്സ്റ്റ് ഫീച്ചർ, കോമ്പറ്റീഷൻ. അപ്പോൾ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോമ്പറ്റീഷൻ. എപ്പോഴാണ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്? ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു റിസോഴ്സ് മാർക്കറ്റിലോ രണ്ടിലതിൽ കൂടുതൽ ബയേഴ്സോ സെല്ലേഴ്സോ ഇൻഡിപെൻഡൻ്റ്ലി ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുക. പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കമ്മോഡിറ്റി മാർക്കറ്റാണ്. അതായത് സെല്ലേഴ്സ് അവരുടെ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യുന്ന മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. റിസോഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ മാർക്കറ്റാണ്. അതായത് ഹൗസ് ഹോൾഡ്സ് അവരുടെ റിസോഴ്സസ് സെല്ല് ചെയ്യുന്ന മാർക്കറ്റാണ് റിസോഴ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫാക്ടർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കോമ്പറ്റീഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടിൽ കൂടുതൽ ബയേഴ്സോ അല്ലെങ്കിൽ സെല്ലേഴ്സോ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു ഈ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ സെല്ലേഴ്സിനും ബയേഴ്സിനും അവരുടേതായിട്ടുള്ള ചോയ്സസ് മേക്ക് ചെയ്യാം.
ഈ ഒരു സിസ്റ്റത്തിൽ സെല്ലേഴ്സിനും ബയേഴ്സിനും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് ഈ മാർക്കറ്റിൽ, പ്രോഡക്റ്റ് മാർക്കറ്റിലോ റിസോഴ്സ് മാർക്കറ്റിലോ എൻ്റർ ചെയ്യാനും ലീവ് ചെയ്യാനും ഉള്ള ഫ്രീഡം ഉണ്ട്. അതായത് ഒരു സെല്ലറിനെ സംബന്ധിച്ച് അയാളുടെ റിസോഴ്സസ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാം, അത് ഇഷ്ടമുള്ള മാർക്കറ്റിൽ സെയിൽ ചെയ്യാം. അതുപോലെ തന്നെയാണ് ബയറിൻ്റെ കാര്യവും. അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് പവർ അനുസരിച്ച് ഏത് കമോഡിറ്റി വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, അത് കൺസ്യൂം ചെയ്യാം. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും ഉണ്ടാവും അല്ലേ? ഇൻ കേസ് ഇനി ഒരു മാർക്കറ്റിൽ ഒരൊറ്റ സെല്ലറാണ് ഒരു പ്രോഡക്റ്റിനുള്ളതെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രശ്നം? അയാൾക്ക് അയാളുടെ പ്രോഡക്റ്റ് തോന്നുന്ന വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അതായത് അവിടെ ഒരു എക്കണോമിക് പവർ ആ ഒരു സെല്ലറിനുണ്ടാവും. പക്ഷേ ഒരുപാട് സെല്ലേഴ്സ് ഒരു പ്രോഡക്റ്റിന് ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്കണോമിക് പവർ ഈ സെല്ലേഴ്സിനെല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെയാണ് ബയേഴ്സിൻ്റെ കാര്യവും. ഇപ്പം ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിന് ഒരൊറ്റ ബയർ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് പറയാം, എനിക്ക് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് തന്നാലേ ഞാൻ വാങ്ങുകയുള്ളൂ. അപ്പോൾ സെല്ലറിനെ സംബന്ധിച്ച് ആ പ്രോഡക്റ്റ് ആ വിലയ്ക്ക് കൊടുത്തേ പറ്റുള്ളൂ, കാരണം വേറെ ബയേഴ്സ് ഇല്ല ഈ പ്രോഡക്റ്റിന്. അതായത് ഇവിടുത്തെ ബയറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രൈസ് തീരുമാനിക്കാനുള്ള ഒരു പവർ അവിടെ ഉണ്ട്. അപ്പം ഈ ഒരു ഇക്കണോമിക് പവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കോണമിയിൽ കോമ്പറ്റീഷൻ വേണമെന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ബയേഴ്സ് ആ പ്രോഡക്റ്റിനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇക്കണോമിക് പവറിൻ്റെ കോൺസെൻട്രേഷൻ ആ ഒരു ബയറിൽ വരില്ലായിരുന്നു. സോ ഈ ഒരു മാർക്കറ്റ് സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇക്കണോമിക് യൂണിറ്റ്സ് തമ്മിലുള്ള കോമ്പറ്റീഷനിലാണ്. കാരണം ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബയറിനോ ഒരു സെല്ലറിനോ ഒരിക്കലും മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് മാത്രമല്ല, റിസോഴ്സിൻ്റെ പ്രൈസും തീരുമാനിക്കാൻ പറ്റില്ല. ഏത് മാർക്കറ്റിലും എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ബയേഴ്സിനും സെല്ലേഴ്സിനും ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇക്കോണമി ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ആവും. അതായത് ഇപ്പം കൺസ്യൂമറിൻ്റെ ടേസ്റ്റും ടെക്നോളജിയും റിസോഴ്സ് അവൈലബിലിറ്റിയും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഫേംസും അവരുടെ പ്രൊഡക്ഷനിലൊക്കെ മാറ്റം വരുത്തും. എപ്പോഴും പുതിയ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുന്ന ഫേംസിന് മാത്രമേ പ്രോഫിറ്റ്സ് റീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കോമ്പറ്റീഷനാണ് ഇതൊക്കെ പോസിബിൾ ആക്കുന്ന ഒരു ഫാക്ടർ. അടുത്ത ഫീച്ചർ മാർക്കറ്റ്സ് ആൻഡ് പ്രൈസസ്. അപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി കോർഡിനേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാർക്കറ്റും അവിടെയുള്ള പ്രൈസസുമാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയേഴ്സും സെല്ലേഴ്സും. ബയേഴ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് വരുന്ന, കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റാണ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഡിസിഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം. ഈ മാർക്കറ്റിൽ വരുന്ന മെയിൻ ഡിസിഷൻസ് എന്തൊക്കെയാണ്? ഡിമാൻഡ് സൈഡിലുള്ള ഡിസിഷൻസും ഉണ്ട്, സപ്ലൈ സൈഡിലുള്ള ഡിസിഷൻസും ഉണ്ട്. ഡിമാൻഡ് സൈഡിൽ വരുന്ന ഡിസിഷൻ എന്താണ്? അത് ബയേഴ്സിൻ്റെ ഡിസിഷനാണ്. എന്ത് ഡിമാൻഡ് ചെയ്യണം, എന്ത് സാധനം നമ്മൾ വാങ്ങണം, അത് എത്ര പ്രൈസിന് നമ്മൾ വാങ്ങണം, ഇതാണ് ഡിമാൻഡ് സൈഡിൽ വരുന്ന ഡിസിഷൻ. ഇനി സപ്ലൈ സൈഡിൽ വരുന്ന ഡിസിഷൻ എന്താണ്? അത് സെല്ലേഴ്സിൻ്റെ ഡിസിഷനാണ്. എന്ത് ഡിസിഷനാണ് സെല്ലേഴ്സ് എടുക്കുന്നത്? ഫാക്ടർ മാർക്കറ്റിൽ നിന്ന് എത്ര ഫാക്ടേഴ്സ് അവർ വാങ്ങണം, എത്ര രൂപയ്ക്ക് അത് വാങ്ങണം, അതുപയോഗിച്ച് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര പ്രൈസിന് വിൽക്കണം, ഇതൊക്കെയാണ് സെല്ലേഴ്സിൻ്റെ ഡിസിഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻട്രാക്ട് ചെയ്ത് വരുന്ന സ്ഥലമാണ് മാർക്കറ്റ്. ഇങ്ങനെ ഡിമാൻഡും സപ്ലൈയും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ ഡിസിഷൻസും സെല്ലേഴ്സിൻ്റെ ഡിസിഷൻസും കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി വിൽക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും ഇതുപോലെ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇനി മാർക്കറ്റ്സിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റ്സ് നമുക്ക് പല തരത്തിലുള്ള സിഗ്നൽസും തരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഓറഞ്ചസിന് ഷോർട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രൈസ് കൂടും എന്നാണ്. അത് നമുക്ക് മാർക്കറ്റ് തരുന്നൊരു സിഗ്നലാണ്. ഈ ഒരു പ്രൈസ് സിഗ്നൽ ബയറിന് എന്താ മനസ്സിലാക്കി തരുന്നത്? ഓറഞ്ചസിൻ്റെ പർച്ചേസും കൺസംഷനും കുറഞ്ഞില്ല എങ്കിൽ ഇനിയും അതിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ പ്രൈസ് ഇനിയും മുകളിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുക. സോ ഈ മാർക്കറ്റ് തരുന്ന പ്രൈസ് സിഗ്നൽ വെച്ച് അതിൻ്റെ പാർട്ടിസിപ്പൻസിന്, മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ്, അതായത് ബയേഴ്സിനും സെല്ലേഴ്സിനും അവരുടെ ഡിമാൻഡും സപ്ലൈയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ മാർക്കറ്റ് തരുന്ന സിഗ്നൽസിനോട്, അത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിനാണ് കൂടുതൽ പ്രോഫിറ്റും ഇൻകവും കിട്ടുന്നത്.
അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ഇക്കോണമി എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും എങ്ങനെ പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യണമെന്നും പ്രൊഡക്ഷൻ വഴി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സ് ഇക്കണോമിക്സ് യൂണിറ്റ്സിനിടയിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും അതിനുള്ള മോട്ടിവേഷനും റിവാർഡും ഒക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേം ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്ഷൻ ടെക്നിക്കോ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു ഇന്നൊവേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആരാണോ ആ ഇന്നൊവേഷൻ കൊണ്ടുവരുന്നത് അതിന് മാത്രമാണ് അതിൻ്റെ റിവാർഡ് കിട്ടുന്നത്. മോണിറ്ററി ബെനിഫിറ്റ് ആ ഒരു പെർട്ടിക്കുലർ ഫേമിനോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ എക്സ്റ്റെൻസീവ് യൂസും നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്കണോമിക് സിസ്റ്റത്തിൽ കാണാം. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും മെഷീനറിയും അതുപോലെ ലാർജ് സ്കെയിൽ ഫാക്ടറീസും സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടേഷനും മാർക്കറ്റിങ്ങിനും ഒക്കെയുള്ള ഫെസിലിറ്റീസും ഒക്കെ അതിൽ വരും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ എഫിഷ്യൻസി, പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി അത് കൂട്ടും. കുറച്ച് ഇൻപുട്സ് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അതാണ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോൾ അഗ്രികൾച്ചർ ഫാംസിലൊക്കെ ഒരാൾ 5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന കാര്യം ഏതെങ്കിലും ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് പ്ലോസോ ട്രാക്ടേഴ്സോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റിൻ്റെ കേസ് എടുക്കാം. നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ ചിലപ്പോൾ ഒരു 50 ചപ്പാത്തിയൊക്കെ ആയിരിക്കും നമ്മൾ പരത്തിയെടുക്കുന്നത്. പക്ഷേ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂറിൽ ഒരു 500 ചപ്പാത്തി വരെയൊക്കെ കിട്ടും. അതായത് അവിടെ ഒരു മെഷീൻ വന്നപ്പോൾ ആ ചപ്പാത്തി മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫിഷ്യൻ്റായി, നമുക്ക് അവിടെ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടി. സോ എഫിഷ്യൻസി നമുക്ക് പ്രൊഡക്ഷനിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ക്യാപിറ്റൽ ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. നെക്സ്റ്റ് ഫീച്ചർ ഇസ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ +2 വരെയൊക്കെ നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഗ്രാജുവേഷൻ ലെവൽ എത്തുമ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് പഠിക്കുന്നത്. ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ചാണ്. ഇവിടെ ഒരു ഫേമിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെയോ നേഷൻ്റെയോ ഒക്കെ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ട് ഒരു റേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാതെ 1 2 കുറച്ച് ഗുഡ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മറിച്ച് അവർക്ക് ഏറ്റവും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 1 2 ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് സ്പെഷ്യലൈസേഷൻ. ഹ്യൂമൻ സ്പെഷ്യലൈസേഷനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഒരു ചെറിയ കേക്ക് മേക്കിംഗ് യൂണിറ്റിൽ ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്, അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ചിലപ്പോൾ വേറൊരു ആളായിരിക്കും. അതും കഴിഞ്ഞ് ബേക്ക് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് വേറൊരാളായിരിക്കും. പിന്നെ ഫൈനലി ഇതിനെ പാക്ക് ചെയ്യുന്നത് വേറൊരാളായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ ജോബിൽ ഓരോ ടാസ്കിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇങ്ങനെയുള്ള ഹ്യൂമൻ സ്പെഷ്യലൈസേഷൻ നമ്മൾ ഓരോ ജോബിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം പല എംപ്ലോയീസിൻ്റെയും സ്കിൽസും എബിലിറ്റീസും ഡിഫറെൻ്റ് ആണ്. ഓരോ ആൾക്കാരുടെയും സ്കില്ലിനും എബിലിറ്റീസിനും ചേരുന്ന ടാസ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഒരുപാട് ടാസ്കുകളിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ അവിടെ ഇംപ്രൂവ് ആകും. അപ്പോൾ സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുകയാണ്. സോ വി ലേൺ ബൈ ഡൂയിങ്. അപ്പോൾ ഇതാണ് സ്പെഷ്യലൈസേഷൻ ഫോസ്റ്റേഴ്സ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യലൈസേഷൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് സേവ്സ് ടൈം. സ്ഥിരമായിട്ട് നമ്മൾ ഒരു ടാസ്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈമും നമുക്ക് സേവ് ചെയ്യാം. നെക്സ്റ്റ് ഫീച്ചർ ഇസ് യൂസ് ഓഫ് മണി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സ്പെഷ്യലൈസേഷൻ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിൽ പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം. കാരണം എന്താണ്? സ്പെഷ്യലൈസേഷനിലൂടെ നമ്മൾ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 2 ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും സെൽഫ് സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്?
നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിൽ തന്നെയുള്ള വേറെ എക്കണോമിക് യൂണിറ്റ്സ് നിന്നാണ് കിട്ടുന്നത്. ഇവിടെയാണ് എക്സ്ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ്. നേരത്തെയൊക്കെ നമുക്കറിയാം ഗുഡ്സിന് പകരം ഗുഡ്സാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ നമ്മളിതിന് പറയും. പക്ഷേ ഈ ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലായിടത്തും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബാർട്ടർ സിസ്റ്റം പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് മണി എന്ന് പറയുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മണിക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. സോ മാർക്കറ്റ് സിസ്റ്റത്തിൽ മണി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് സ്പെഷ്യലൈസേഷൻ ആവശ്യമായിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇക്കോണമിയിൽ പോസിബിൾ ആകുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ആക്റ്റീവ് ബട്ട് ലിമിറ്റഡ് ഗവൺമെൻറ്. ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്, പക്ഷേ അതിൻ്റെ റോൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മാർക്കറ്റ് സിസ്റ്റം എഫിഷ്യൻ്റ് ആണെങ്കിൽ പോലും ചില സമയത്ത് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും അലോക്കേഷൻ ഇന്നെഫിഷ്യൻ്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ചില ടേംസ് ഒന്നും കിട്ടില്ല. ഈ മാർക്കറ്റ് ഫെയിലിയറൊക്കെ കുറച്ചും കൂടെ എത്തുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ മാർക്കറ്റ് ഫെയിലിയറിൻ്റെ സിറ്റുവേഷൻസിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മാർക്കറ്റ് ഫെയിലിയർ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ഒരു ഫ്രീ മാർക്കറ്റിൽ ഗുഡ്സും സർവീസസും എഫിഷ്യൻ്റായിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇക്കണോമിക് സിറ്റുവേഷനെയാണ് നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ അവിടെ ആവശ്യമാണ്.